ഹായ് ഹലോ, ഇന്നത്തെ ഫ്ലൈറ്റ് എനിക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു സ്പെഷ്യൽ സന്തോഷവും ഇൻട്രസ്റ്റും ഒക്കെ ഉണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. ഞാൻ അങ്ങനെ ദേ ബേസിലെത്തി എൻ്റെ ബാക്കി സെറ്റ് ഓഫ് ക്രൂവിന് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. അപ്പം നേരത്തെ പറഞ്ഞ ആ സന്തോഷമാണ് ദേ ഈ നടന്നു പോകുന്നത്. ഈ മുടിയുടെ കളറും രൂപമൊക്കെ വെച്ച് നിങ്ങൾ കണ്ടുപിടിക്കണം ഇത് ആരാന്ന്. ഇത് വേറെ ആരുമല്ല ഗൈസ്, ഇത് എൻ്റെ സ്വന്തം വർഷയാണ്. ഇതിപ്പോൾ ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് 3-day പാറ്റേൺ ആണ്. അപ്പോൾ ഈ 3 ദിവസം വർഷയും ഞാൻ ഒരുമിച്ചാണ്. എനിക്ക് ഫ്ലൈറ്റിലെ വിശേഷങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങളങ്ങനെ ഇൻഡോർ ലാൻഡ് ചെയ്തു, ഹോട്ടലിലെത്തി. ആൾ വെട്ടിയിട്ട വാഴ പോലെ അവൾ കിടന്നുറങ്ങുകയാണ്. അങ്ങനെ ഹോട്ടലിലെത്തി ഞങ്ങൾ ഇനിയിപ്പം ഒന്ന് ഫ്രഷായി കിടന്നുറങ്ങണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര ടയേർഡായിരുന്നു. അപ്പോൾ കിടന്നുറങ്ങുന്നതിന് മുന്നേ ഫുഡ് ഓർഡർ ചെയ്യണമല്ലോ. പിന്നെ ഫുഡ് ഓർഡർ ചെയ്തതാണ് ഇത്. ഇത്രയും പെട്ടെന്നാണ് ഞങ്ങൾ ഓർഡർ ചെയ്തില്ല. ഞങ്ങൾ 4 പീസാണ് ചോദിച്ചത്, അതിൻ്റെ അകത്ത് 10-20 പീസൊന്നും ഉണ്ട്. ഞങ്ങൾ പക്ഷെ അത് മുഴുവനൊന്നും കഴിച്ചില്ല. അങ്ങനെ ഞങ്ങൾ കിടന്നുറങ്ങി. ഡിന്നർ ടൈമായി. ഡിന്നറിന് താഴെ പോകാൻ വേണ്ടി റെഡി ആയതാണിത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും റെഡിയായി കഴിഞ്ഞപ്പോൾ കുറച്ച് ഫോട്ടോസും സ്നാപ്പിൽ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഞങ്ങൾ പറയായിരുന്നു സഞ്ജനേനെ മിസ് ചെയ്യുന്ന കാര്യം, സഞ്ജനയും കൂടെ വേണ്ടതായിരുന്നു എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഈ കാണുന്ന ഈ ഗ്യാപ്പ് സഞ്ജനയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇട്ട ഗ്യാപ്പാണ്. ആ ഫോട്ടോയൊക്കെ എടുത്തപ്പോൾ അങ്ങനെ താഴെ വന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി. നാളെ മോർണിംഗ് ആണ് ഫ്ലൈറ്റ്. അപ്പം നേരത്തെ കിടന്ന് ഉറങ്ങണമെന്നൊക്കെ ആയിരുന്നു. പക്ഷേ മനസ്സങ്ങോട്ട് അതിന് അനുവദിച്ചില്ല. സംസാരിച്ച് കഥയൊക്കെ പറഞ്ഞിരുന്ന് കുറച്ചു നേരം കഴിഞ്ഞ് ഫോണിൽ ടൈം നോക്കിയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഞെട്ടിപ്പോയി. വെളുപ്പിനെ 4 മണിയായി. 4 മണിക്കാണ് ഞങ്ങൾ രണ്ടുപേരും കിടന്നുറങ്ങുന്നത്. 6 മണിക്ക് വീണ്ടും എണീക്കണം. 2 മണിക്കൂർ എന്താണ് ഉറക്കം കിട്ടിയത്. ബട്ട് സ്റ്റിൽ വല്ലപ്പോഴും ഒക്കെ അല്ലേ ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ ഞങ്ങളത് ശരിക്കും എൻജോയ് ചെയ്തു. അങ്ങനെ രാവിലെയായി. ഞാൻ റെഡി ആവാൻ വേണ്ടി കയറി. വർഷം ഉണ്ടായിരുന്നു കൂടെ. ആള് നേരത്തെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ റെഡിയായിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ബണ്ണ് ഇന്ന് എന്താണെന്നറിയത്തില്ല, എത്ര തവണ കെട്ടിയിട്ടും എനിക്കത് ശരിയാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ വർഷ ഇറങ്ങേണ്ടി വരുന്നു കളത്തിലേക്ക്. വർഷ കൈവച്ചതും എൻ്റെ ബൺ ശരിയായി. അങ്ങനെ ബണ്ണൊക്കെ എനിക്ക് കെട്ടിത്തന്നു. ഇനിയിപ്പോൾ റെഡിയായിട്ട് ഇറങ്ങിയാൽ മതി. ഞങ്ങൾക്ക് 7 മണിക്ക് താഴെ ക്യാബ് വരുമായിരുന്നു. അപ്പോൾ അതിന് മുന്നേ ഇറങ്ങണമായിരുന്നു. അങ്ങനെ പാവം എനിക്ക് ബണ്ണൊക്കെ കെട്ടിത്തന്നത് നിങ്ങളോട് ടാറ്റയൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോയപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഞാൻ പോകുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റെഡിയായി. ഞാൻ ഹാറ്റൊക്കെ വെച്ചു. ഇനിയിപ്പോൾ ഇറങ്ങിയാൽ മാത്രം മതി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും റെഡിയായി. ഇനിയിപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിന് വേണ്ടി ഇറങ്ങുകയാണ്. ക്യാബ് താഴെ വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പോയിട്ട് വരാം. ടാറ്റ ബൈ.